നമസ്കാരം. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് രേണുസുധിയും കുടുംബവും. ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ്, രേണുവിന്റെയും കുടുംബത്തിന്റെയും ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത്. അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ രേണു വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ആ വീടിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. രേണുവിന് ദാനമായി കിട്ടിയ വീടെന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും രേണുവിനെ വിമർശിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഫിറോസും ബിഷപ്പും വരെ രേണുവിനെതിരെ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് വന്നു. അത് തന്നെയാണ് ഇപ്പോ രേണു ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ തന്നെ കാരണമായത്. ദാനമായി കിട്ടിയ വീടെന്ന് പറഞ്ഞ് തനിക്ക് കേട്ട് മടുത്തു. അതുകൊണ്ട് തന്നെ വീട് ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് രേണു. അതുകൊണ്ട് തന്നെ ഫിറോസും ഈ ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ചില രഹസ്യങ്ങൾ രേണു തുറന്നു പറഞ്ഞു. തന്റെ കുടുംബത്തെക്കുറിച്ചും തന്റെ മുൻപത്തെ വിവാഹത്തെക്കുറിച്ചും ഒക്കെ രേണു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാൻ കാരണമായിട്ടുണ്ട്. അത് മാത്രമല്ല, അഭിമുഖമായാലും അഭിനയമായാലും രേണുവിന് ലഭിക്കുന്നത് തെറിവിളികൾ തന്നെയാണ്. അതിപ്പോ ഇനിയിപ്പോ രേണു എന്ത് ചെയ്താലും കിട്ടുന്നത് തെറിവിളി തന്നെയായിരുന്നു. നല്ലത് ചെയ്താലും അതെ. പക്ഷെ അത് മാത്രമല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, രേണുവിന് എല്ലാ ദിവസവും വിവാദമുണ്ട്. രേണുവിന് ഇപ്പോ നമുക്ക് എല്ലാ ദിവസവും വാർത്തയുണ്ട് എന്ന് പറയുന്ന പോലെയാണ് രേണുവിന് എല്ലാ ദിവസവും വിവാദമുണ്ട്. ഇപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഇപ്പൊ പുറത്തു വരുന്നത് മറ്റേ രേണുവിന്റെ സുധിക്ക് വേറെ രേണു രണ്ടാമത്തെ ഭാര്യയും അല്ല, മൂന്നാമത്തെ ഭാര്യയാണ്, നാലാമത്തെ ഭാര്യയാണ്, ഇനി എത്ര പേര് ഭാര്യമാരെന്ന് പറഞ്ഞു വരില്ല. അതൊക്കെ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും തെറിവിളികളെയും എല്ലാത്തിനെയും ഒക്കെ ധൈര്യത്തോടെ തന്നെ രേണുസുധി അഭിമുഖീകരിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ച ശേഷം രേണുസുധി അഭിനയിക്കാൻ പോകുന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ചില മലയാളികൾ തന്നെ പറയുന്നുണ്ട്. എന്തോ ഇഷ്ടമല്ല, രേണു അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. നല്ലത് ചെയ്താലും നായിക്ക് പിടിക്കത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. തീർച്ചയായിട്ടും. അപ്പൊ രേണുവിന്റെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പൊ രേണുസുധി അഭിനയിച്ച് പണം വാരുകയാണെന്നും അതൊക്കെ എവിടെയെന്നും ചോദിക്കുന്നവരുണ്ട്. അല്ല, ഈ ചോദിക്കുന്നവരുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ, രേണു അഭിനയിക്കുന്നത് മറ്റേ ബിഗ് ബജറ്റ് മൂവീസിലല്ല എന്ന് ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നു. കാരണം രേണു അഭിനയിക്കുന്നത് ഷോർട്ട് ഫിലിംസ്, അതുപോലുള്ള ആൽബം ഫോട്ടോഷൂട്ടൊക്കെയാണ്. അപ്പൊ അതിന് കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള തുകയാണ്. നമ്മൾ ഒരു ദിവസം അഭിനയിക്കാൻ പോയെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു 5-6 ലക്ഷം ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ചിലവുണ്ട്. 2 മക്കളുണ്ട്, കിച്ചുവിന്റെ പഠിത്തം നോക്കണം, കുടുംബമുണ്ട്, വീട്ടുകാരുടെ ഒരു ചെറിയ മകനുണ്ട്, അച്ഛനൊന്നും സുഖമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ചിലവുകളും കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാം. എത്ര ജോലിക്ക് പോയാലും EMI ഇതൊന്നും കെട്ടിയിട്ട് നമുക്ക് താങ്ങുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ അത്ര ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരാൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ രണ്ട് ആൽബത്തിൽ അഭിനയിച്ചാൽ തന്നെ വലിയ മറ്റേ കോടീശ്വരി ആവുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അത്തരക്കാരോട് രേണുവിന് വായടപ്പിക്കുന്ന മറുപടികളും ഉണ്ട് കേട്ടോ. എവിടെയാണ് പണം എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ രേണു നൽകിയ ഒരു അഭിമുഖത്തില് രേണു പറഞ്ഞ ആ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. രേണു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: തനിക്ക് ആകെയുള്ള വരുമാനം അഭിനയം തന്നെയാണ്. വീട്ടിൽ വേറെ ആരും ജോലിക്ക് പോകുന്നില്ല. അഭിമുഖത്തിന് പണം വാങ്ങുന്നത് അങ്ങോട്ട് ചോദിച്ചിട്ടല്ല. അവർ തന്റെ അവസ്ഥ അറിഞ്ഞാണ് എനിക്ക് ഈ ഒരു പണം തരുന്നത്. ഒരിക്കലും ഇത്രയും പണം എന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. പലരും പറയും അഭിമുഖത്തിന് 30,000 രൂപ വാങ്ങിയെന്നൊക്കെ. ഒരിക്കലും ഒരാൾ വന്നൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമോ, എത്രയാകും പ്രതിഫലം എന്ന് ചോദിച്ചു. താൻ പറഞ്ഞു 5 എന്ന്. അയ്യോ, 5 ലക്ഷമോ, 5 ലക്ഷമൊക്കെ ആകുമോ എന്നാണ് അവര് ഞെട്ടലോടുകൂടി ചോദിച്ചത്. പക്ഷേ താൻ പറഞ്ഞത് 5 ലക്ഷമല്ല, 5,000 ആണെന്നാണ്. എല്ലാവരുടെയും ധാരണ 5 ലക്ഷമൊക്കെയാണ് എനിക്ക് കിട്ടുന്നതെന്നാണ്. പക്ഷെ ഞാൻ റേഷൻ കാർഡ് ഉപയോഗിച്ച് മഞ്ഞക്കാർഡിനുള്ള അരി എനിക്ക് മാസത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഷൻ അരി വെച്ചാണ് ഞങ്ങൾ കുടുംബം തന്നെ കഴിഞ്ഞു പോകുന്നത്. കറി വെക്കാനുള്ളതും കൊച്ചിനുള്ളതും കിച്ചണിനുള്ള പോക്കറ്റ് മണി ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അതും എനിക്ക് ഈ കിട്ടുന്ന തുച്ഛമായ പൈസയിൽ നിന്നാണെന്ന് രേണു എടുത്തു പറയുന്നത്. മാത്രമല്ല, മലയാളികളുടെ കുറച്ചു പേരുടെ വിചാരം തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കണം എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയാണ് എന്റെ ഒരു ദിവസം പോകുന്ന പറഞ്ഞിട്ട് എഴുതിയിട്ടാണോ നിങ്ങൾ എല്ലാം? അല്ല, അങ്ങനെ വ്ലോഗ് ചെയ്യുന്നവരുണ്ട്. എങ്കിലും ഞാൻ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അവരവരുടെ ഇഷ്ടത്തിന് കുറ്റം പറയുന്നത് കൂടുതൽ സ്ത്രീകളാണെന്നാണ് പറയുന്നത്. പിന്നെ ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ ആകുമ്പോൾ കൂടുതൽ പറയും. ഇവിടെ ആരുടെയെങ്കിലും ഭർത്താവിന്റെ
കുത്തിന് പിടിച്ച് മാസാമാസം പണം വാങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തന്റെ പിറകെ നടക്കുന്നതാണ് രേണു ചോദിക്കുന്നത്? ഇതൊന്നും നമ്മളല്ല, രേണു ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരേ പ്രൊഫൈലുകളിൽ നിന്നാണ് തെറി വിളി വരുന്നത്. ആർക്കൊക്കെ കൊടുക്കണം പരാതി എന്നാണ് ചോദിക്കുന്നത്. വല്ല പ്രയോജനം ഉണ്ടോ എന്നും പരാതി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പരാതി കൊടുത്തിട്ട് ഇത് നമ്മൾ അറിഞ്ഞല്ലോ. പിന്നെ തനിക്ക് നേരെയുള്ള ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് അതിന്റെ മാരക വേർഷൻ എന്നാണ് അത് പറയേണ്ടത്. കാരണം ഡാഗിനി, പല്ലി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതൊക്കെ കേട്ട് താൻ കരഞ്ഞു തളരുമെന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വിളിക്കുന്ന പറഞ്ഞാൽ നിങ്ങളൊക്കെ അത്രയും സുന്ദരിമാരാണെന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ പല്ലിയും എലിയും ഒക്കെ തന്റെ അത്രയും ഗ്ലാമർ ആയതുകൊണ്ട് അവർ അഭിമാനിക്കുകയല്ല വേണ്ടതെന്നാണ് രേണുസുധി ചോദിക്കുന്നത്. വളരെ രസകരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതിൽ അവരുടെ ഉള്ളിലുള്ള വേദനയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മളെ മനസ്സിലാക്കുന്ന 10 പേരുണ്ടെങ്കിൽ അത് മതി. കുടുംബവും ഏതാനും സുഹൃത്തുക്കളും മാത്രമാണ് കൂടെ ഉള്ളത്, വേറെ ആരുമില്ല. അത് സത്യമാണ്. പല മോട്ടിവേഷൻ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൂടെ എന്നും ആരും ഉണ്ടാവും എന്ന് ഉറപ്പിക്കരുത്. ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. പറഞ്ഞിട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരാൾ അനുഭവിക്കുന്നത് വേറെയാണ്. അവരുടെ ആ അനുഭവം കണ്ടിട്ട് അയ്യോ അതങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ മാത്രം പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരാൾ വിമർശിക്കുന്നതിന് മുന്നേ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള അവർ ഏത് സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടത്. വളരെ ഫെമിലിയർ ആണ് നമ്മുടെ കൊല്ലം സുധി. അദ്ദേഹത്തിന്റെ മരണം എല്ലാവരെയും നടുക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഒരു വാഹനാപകടത്തിൽ പെട്ടെന്നൊരു ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അതിനുശേഷം അവരുടെ മക്കളെയും ഭാര്യയുടെയും കാര്യങ്ങൾ ഓർത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചവരാണ് ഇന്ന് ആ കുടുംബത്തിന് നേരെ തന്നെ ഒളിയമ്പുകളും നേരെ തുറന്നടിച്ചുള്ള ഒരാവശ്യമില്ലാത്ത തെറിവിളികളും ഒരാവശ്യമില്ലാത്ത കമന്റുകളെല്ലാം ഇട്ട് ഒരു കുടുംബത്തിനെ അങ്ങ് നാറ്റിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം എന്തോ പണം കൊടുത്തൊരു ടീമിനെ ഇറക്കുന്ന ടീം എന്നൊക്കെ പറയും പോലെ അതെ, അങ്ങനെ ഒരു അവസ്ഥയാണ്. എന്തായാലും താൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നവരോട് അഭിനയിക്കാൻ പോകാതെ വീട്ടിൽ ചെന്ന് ഇരിക്കാൻ തയ്യാറാണ് എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നറിയുമോ എന്നും ഷൂട്ടാണ്. ഇന്ന് തൃശ്ശൂർ ആണെങ്കിൽ നാളെ എറണാകുളം, കുന്നംകുളം, അങ്ങനെയാണ്. ഹെൽത്ത് നോക്കാതെ ഓടുകയാണ്. അപ്പോൾ ഉറക്കമില്ല, ഫുഡ് നേരെ കഴിക്കുന്നില്ല. ഞാൻ വീട്ടിൽ കസേരയിൽ കാലും വെച്ച് ഇരിക്കാം, എന്നാൽ നിങ്ങൾ കുറച്ച് പൈസ കൊണ്ടെത്താം എന്നാണ് രേണു പറയുന്നത്. ഈ കുറ്റം പറയുന്ന ആളുകൾ മാസം 1 ലക്ഷം വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തരട്ടെ എന്നാണ് പറയുന്നത്. താൻ പറയുന്ന ജോലി ഇവർ ചെയ്യുമോ? 1 ലക്ഷം പോട്ടെ, എല്ലാ മാസവും 50,000 തരട്ടെ, താൻ വീട്ടിലിരിക്കാം എന്നാണ് രേണുസുധി പറയുന്നത്. ഇതിലൂടെ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. കാരണം വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളും നിങ്ങളെന്നും ബോധിപ്പിച്ച് ഒരാൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി അവർ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തന്നെ അധ്വാനിച്ചിട്ടേ ആ കുടുംബം പോറ്റാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഒരിക്കലും ആർക്കും ഒരു പണവും കൊടുത്ത് അവർ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കില്ല. അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ ഒരു വീട്ടിൽ നിൽക്കുന്നതിന്റെ പേരിലാണ് ഇപ്പൊ രേണുസുധിയും കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫിറോസും അതുപോലെ തന്നെ ബിഷപ്പിന്റെ ആ ഭൂമിയിൽ അവരൊരു വീട് വെച്ചു. ആ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല, ചിതലടിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലല്ലേ നിൽക്കുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടുണ്ടോ? ആ വീടിന്റെ സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു വീട്ടില് അഭയാർത്ഥിയെ പോലെ താമസിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ഇറങ്ങി കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് രേണു എത്തിയത്. ഇനി പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വാടക വീട്ടിൽ പോയി ഒന്നും കഴിക്കാതെ കിടന്നാലും കുഴപ്പമില്ല, ആ ഒരു തെറിവിളി അവസാനിക്കുമല്ലോ എന്നാണ് രേണു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദയോടുകൂടി ചോദിക്കുന്നത്. അത് മാത്രമല്ല, ആരെയും സഹായിക്കില്ല എന്ന് ഫിറോസ് പറഞ്ഞത് കേട്ടില്ലേ? അതുപോലെ തന്നെയാണ് രേണുവിന്റെ അവസ്ഥ. ഇനി ഒരാളെ സഹായം വേണ്ട. സഹായവുമായി നിരവധി പേർ വന്നിട്ടുണ്ട്. സുധിച്ചേട്ടന്റെ സംസ്കാരം അടക്കമുള്ള ചെലവുകൾ ചെയ്ത് ഫ്ലവേഴ്സ് ചാനലാണ്. കിച്ചുവിന്റെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ആണ്. അവർ കൂടെ ഉണ്ട്. ചിലർ പബ്ലിസിറ്റിക്ക് വേണ്ടിയും സഹായവുമായി വന്നിട്ടുണ്ട് രേണു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, ഇനി മതിയായി, കിട്ടിയത് തന്നെ മതിയായി. ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ ജീവിക്കും, എന്നാലും ആരുടെയും സഹായം വേണ്ട, ഇനി കേൾക്കാൻ വയ്യ. അത് മാത്രമല്ല, ഇപ്പോ ഈ ഒരു വീടും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഇപ്പം വീടിനെ പറ്റിയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ചർച്ചയായി മാറിയത് രേണുവിന്റെ 2ാം വിവാഹത്തെ, അതായത് രേണു സുധിക്ക് മുന്നേ തന്നെ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നും അയാളെ ഉപേക്ഷിച്ചിട്ടാണ് രേണു ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ രേണുവിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും രേണു സത്യം തുറന്നു പറയാനായിട്ട് തയ്യാറായില്ല. പക്ഷെ ഇപ്പോ രേണു ആ ഒരു വിവാഹത്തെ കുറിച്ചും ഒക്കെ 2ാം ഭാര്യ 3ാം ഭാര്യ അങ്ങനെ എന്തൊക്കെയോ ആ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ആദ്യ ഭാര്യയായ ശാലിനി തന്നെ ഉപേക്ഷിച്ചു പോയതിന് പിന്നാലെയാണ് താൻ രേണുവിനെ വിവാഹം കഴിച്ചത് എന്നാണ് മുൻപ് സുധി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. ആരുമില്ലാതിരുന്ന തന്നെയും മകനെയും ചേർത്ത് നിർത്തുകയായിരുന്നു രേണു എന്ന് സുധി അന്ന് പറഞ്ഞു. അതാണ് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴും ഇതേപോലെയല്ലേ രേണു സുധി സംസാരിച്ചത്. അന്ന് സുധിയുടെ നിഴലായിരുന്നു രേണു അല്ലെ? അന്ന് ആ ഒരു വീഡിയോ, ആ ഒരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം രേണു എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ. ഒരു പാവമായിരുന്നു.
അതിൽ നിന്ന് അത്രയും തന്റേടിയായ ഒരു സ്ത്രീയായി മാറണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനി അവർ ഒറ്റയ്ക്കാണ്, അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുന്നേറേണ്ടിയിരിക്കുന്നു എന്ന് തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും അവർ ഇത്രയും സംസാരിക്കുന്ന ഒരാളുമല്ല. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ചും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപ് സുധിയുടെ നിഴലായിട്ട് നിന്നിട്ട് ഇപ്പോ തന്റേടിയായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ടും ഒരുപാട് കമന്റ്സും ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഒരാളുടെ തണലിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എന്ത് സംഭവിച്ചാലും അവർ കൂടെ കാണുമെന്ന്. പക്ഷെ അവരില്ലാണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ എല്ലാം നേരിടണമെന്ന് വിചാരിക്കുമ്പോൾ, അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്വയം ഒരു ധൈര്യം നമ്മളിൽ സംഭരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അത് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് ആ ഒരു അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഈ എല്ലാവരും പറയുന്നത് ശരിയാണ്, രേണു തെറ്റുകാരിയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ആരുമില്ലായിരുന്ന തന്നെയും മകനെയും ചേർത്ത് നിർത്തുകയായിരുന്നു രേണുസുതി പറഞ്ഞിരുന്നു. അപ്പോൾ എന്നാൽ സുധിയുടെ മരണത്തിന് ശേഷം രേണുസുതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്കിടെ താനാണ് സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ടാണ് ഒരു സ്ത്രീ രംഗത്തെത്തിയത്. മാത്രമല്ല, സുധിയുമായി നിയമപരമായി വിവാഹമായിരുന്നു. എന്നാൽ 7 വർഷങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞു. കൊല്ലത്തെ കോടതിയിൽ വെച്ചായിരുന്നു ഡിവോഴ്സ് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ആ വിവാഹമോചനത്തിലേക്ക് എത്താൻ കാരണവും ഈ രേണു തന്നെയാണെന്ന് അവർ അന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വിവാദങ്ങളോട് രേണു പ്രതികരിച്ചെത്തിയിട്ടില്ല. എന്തിനാ വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നാണ് രേണു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ രേണുവിനെ സ്നേഹിക്കുന്നവർക്കെങ്കിലും തന്റെ ആ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തണമെന്ന് രേണുവിന് തോന്നി. അതുകൊണ്ട് ഈ ഒരു വിവാദങ്ങളോട് പ്രതികരിച്ച് രേണു കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. രേണു പറഞ്ഞത് വേറൊന്നുമല്ല, സുധിച്ചേട്ടൻ എന്റെ പഴയ ലൈഫിനെ കുറിച്ച് ചികഞ്ഞിട്ടില്ല. ഞാൻ എന്തിനാണ് പിന്നെ സുധിച്ചേട്ടന്റെ പഴയ ജീവിതം ചികഞ്ഞു പോകുന്നത് എന്നാണ് രേണു ചോദിച്ചത്. മാത്രമല്ല, ആ സ്ത്രീയെ കുറിച്ച് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, വീണ എസ് പിള്ളയെ എനിക്ക് അറിയില്ല. അവർ എനിക്ക് മെസ്സേജറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അല്ലേ? അത് മാത്രമല്ല, എന്നാൽ മെസ്സേജ് ഇടരുതെന്ന് സുധിച്ചേട്ടൻ പറഞ്ഞു. അവരെ ബ്ലോക്ക് ചെയ്തു. 2-3 വർഷം മുമ്പാണ് ഇത് നടന്നത്. അവർ സുധിയുടെ രണ്ടാം ഭാര്യയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ മരിച്ചുപോയ ശാലിനി എന്ന കിച്ചുവിന്റെ അമ്മയോട് ഞാൻ സംസാരിച്ചിരുന്നു. അത് ഞാൻ എല്ലായിടത്തും വ്യക്തമാക്കിയതാണെന്നും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സ്ത്രീക്ക് ഞാൻ എന്തിനാണ് മെസ്സേജ് ഇടുന്നത്? അവർ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ. ഇതുവരെ പോലീസ് എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഭയക്കുന്നതെന്നെല്ലാം രേണു ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. തീർച്ചയായും രേണു ചോദിക്കുന്നതിനെല്ലാം നമുക്ക് സത്യം അവരുടെ ഒരു അവസ്ഥയിൽ നിന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റിലേക്ക് ചികഞ്ഞ് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ രേണുവിന്റെ ജീവിതത്തെ കുറിച്ചാണെങ്കിലും രേണുവിന്റെ പാസ്റ്റ് ഒരു മുൻ വിവാഹത്തെ കുറിച്ചാണെങ്കിലും കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. നമുക്കതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ലാഞ്ഞിട്ട് പോലും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന സാധനമല്ലേ അല്ലേ? അത് ശരിയാണ്. അത് മാത്രമല്ല, ഈ 2017 ഡിസംബറിലാണ് സുധിച്ചേട്ടനുമായിട്ട് താൻ ബന്ധപ്പെടുന്നതെന്ന് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം കൊണ്ടാണ് സംസാരിക്കുന്നതും. പിന്നെ ആ ഒരു ആദ്യം രേണു സംസാരിച്ചപ്പോൾ സുധി അത്ര ഒരു താല്പര്യം കാണിച്ചില്ല. പിന്നെ അതിനുശേഷം ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ മെസ്സേജ് അയച്ചു. അങ്ങനെ അവർ ഒരുപാട് നാളുകൾ സംസാരിച്ചതിന് ശേഷമാണ് സുധിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് വിവാഹം കഴിക്കാനായിട്ട് രേണു തയ്യാറായതെന്നും പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടനും കിച്ചുവും തനിച്ചായ സമയത്താണ് ഞാൻ സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നത്. അല്ലാതെ വേറൊരു ഭാര്യയുള്ള സമയത്ത് ഞാൻ എന്തിന് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കണമെന്ന് രേണു ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, 2013 ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് സുധിച്ചേട്ടനെ ഈ സമയത്ത് അറിയുക? എനിക്ക് ആ സമയത്തൊന്നും സുധിച്ചേട്ടനെ അറിയത്തില്ല. ഞാൻ 2017 ഫെബ്രുവരിയിലാണ് സുധിച്ചേട്ടനെയും കിച്ചുവിനെയും നേരിട്ട് കാണുന്നതും പിന്നെ അവരെ പരിചയപ്പെടുന്നതും. പിന്നെ എങ്ങനെ ഞാൻ സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുമെന്നും രേണു ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് എന്തായാലും ഈ വാദങ്ങളിലൊന്നും പതറാൻ നേരമില്ല. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ടെന്ന് രേണു പറയുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കാലം മൊത്തം നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ചിരിയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ രേണു പറഞ്ഞ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഇത് എന്തൊരു ജീവിതമാണ് എന്ന്. അത് മാത്രമല്ല, ഇപ്പോ ഒരുപാട് പേര് ഇപ്പം അല്ലാതെ വിധവയായിട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രേണുവിനെ മാത്രം ഇങ്ങനെ തേടിപ്പോയി ആക്രമിക്കുന്നു എന്ന് എനിക്കും തോന്നുന്നുണ്ടോ? ശരിക്കും. കാരണം ഇപ്പൊ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പല്ലി എലി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാളുടെ എന്തിനാണ് അസൂയ തോന്നുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലേ? അത് മാത്രമല്ല, ഈ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ അഭിനയം എന്താണെന്ന് ഒന്നുപോലും അറിയാതെ നിന്നിട്ട് തന്റെ ഭർത്താവ് മരിച്ചുപോയപ്പോ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന സമയത്ത് അവർക്ക് അറിയാവുന്നുള്ള ഒരു കാര്യം അഭിനയം അവർക്കറിയാം. അവരത് ചെയ്തു തുടങ്ങി. ആ അഭിനയത്തിൽ കുറച്ചൊക്കെ റീച്ച് ഉണ്ടായി. അതിനുശേഷം അഭിനയം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി
പോകാം എന്ന് വിചാരിച്ചു. സന്തോഷത്തോടു കൂടി എന്താണോ കിട്ടുന്നത്, ഒരു 500 രൂപയാണെങ്കിലും ആ 500 രൂപ തന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ചെലവാക്കാം എന്ന് അവർ ചിന്തിക്കുന്നു. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അതിലെന്തിനാണ് ഇങ്ങനെ കണ്ണുകടിയാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. മാത്രമല്ല, എനിക്കിപ്പോൾ 34 വയസ്സാവുകയാണ്. ഭാര്യയും കുടുംബവും ഇല്ലാതിരുന്ന സുധിച്ചേട്ടനെയും കിച്ചുവിനെയും ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റെന്നാണ് രേണു ചോദിക്കുന്നത്. മാത്രമല്ല, കിച്ചു എന്ന കുഞ്ഞിന് ഞാൻ അമ്മയായതാണോ തെറ്റ്? അത് ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ വിമർശിക്കാനുള്ള? ഒരു കുടുംബത്തിന്റെ പേരിലാണോ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിൻ്റെ ഇതിലാണോ, എന്തിന്റെ പേരിലാണ് വിമർശിക്കുന്നത് മനസ്സിലാവുന്നത്? എന്തായാലും വേണമെങ്കിൽ എനിക്ക് കിച്ചുവിനെ ബോർഡിങ്ങിൽ നിർത്താമായിരുന്നു എന്ന് രേണു പറയുന്നുണ്ട്. അതെ, രണ്ടാനമ്മയുടെ ഓരോ അവസ്ഥാന്തരങ്ങൾ നമ്മൾ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ പല വാർത്തകളും പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട് അതിനൊരു അവസ്ഥകളൊക്കെ. ബോർഡിങ്ങിൽ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ അത്രയും തല്ലി പഴിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിക്കാനൊന്നും വിടാതെ അവിടുത്തെ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും എന്തിനായിരുന്നു പിന്നീട് കൊച്ചിനെ അത്രയും ഇങ്ങനെ വളർത്തി അമ്മ എന്നാണ് കിച്ചു തന്നെ വിളിക്കുന്നത്? പിന്നെ എന്തിനാണ് അവർ തമ്മിൽ വേറൊരു പ്രശ്നവും ഇല്ല, അമ്മയും മകനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. മാത്രമല്ല, അന്ന് 6ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് കിച്ചു. പക്ഷേ അവനെ ഞാൻ പാട്ടുപാടി ഉറക്കിയിട്ടുണ്ട്, ആ സമയത്തും കുളിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാണോ ഞാൻ ചെയ്ത തെറ്റെന്ന് രേണു ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനും കിച്ചുവും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നെ അമ്മയെന്ന് വിളിക്കേണ്ട, ചേച്ചി എന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ വിളിച്ചേനെ. പക്ഷേ ഞാൻ അവന് അമ്മയും മകനുമാണ്. അപ്പോൾ ഞാൻ ആർക്കെതിരെയും യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചു പോയില്ലേ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ വീണ്ടും വീണ്ടും ജീർണിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. പിന്നെ നമുക്കൊക്കെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുക എന്നറിയില്ല. എന്തിനാണ് ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലൊരു ജീവിതമല്ല താൻ ആഗ്രഹിച്ചതെന്ന് രേണുസുതി പറയുന്നുണ്ട്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ആഗ്രഹിക്കാത്ത ആളായിരുന്നു താൻ എന്നും കൂട്ടിച്ചേർക്കുന്നത്. കാരണം അത് നമ്മൾ കണ്ടതാണ്. അതിലേക്കൊന്നും വരാതെ സുധിക്കൊപ്പമുള്ള റീൽ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ഒരു പാവപ്പെട്ട ഒരാളായിരുന്നു. സുധിയുടെ നിഴലിൽ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു രേണുവിന് ആവശ്യമുണ്ടായിരുന്നത്. അല്ലാതെ അതിനപ്പുറം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇപ്പൊ സുധി ഫേമസ് ആയി നിൽക്കുന്ന സമയത്ത് പോലും അതിനൊന്നും തുനിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ പല കാര്യങ്ങളും രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും അതൊന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ്, താല്പര്യമില്ല എന്നുള്ള ഇതിലാണ് പോകുന്നത്. ചിലതൊക്കെ കാണുന്ന സമയത്ത് വിഷമമുണ്ടെങ്കിലും അതൊക്കെ മറച്ചു വെച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ രേണുസുതി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എന്തോ പറഞ്ഞോട്ട് പോട്ടെ, ഞാൻ എൻ്റെ ജീവിതവും നോക്കി മുൻപോട്ട് തന്നെ പോകും, എനിക്കൊരു വിഷമവും ഇല്ല എന്ന് രേണു പറയുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറമാണ് ഇപ്പോൾ ഓരോ ദിവസവും ഉറക്കമെണീറ്റ് നോക്കുമ്പോൾ, സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എനിക്ക് തന്നെ കാണുമ്പോൾ ചില സമയത്ത് സങ്കടം തോന്നും, ചില സമയത്ത് ചിരി വരും എന്ന് രേണു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചില സമയം നമ്മുടെ കൈവിട്ട് പോയ ഒരു സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. മാനസികമായി ഇനി എന്നെ തളർത്താൻ പറ്റില്ല, അനുഭവങ്ങളിലൂടെ കരുത്ത് ആർജിച്ചതാണ് ഞാൻ, ഇനി എന്നെ എന്ത് സംഭവിച്ചാലും ഞാൻ തളരത്തില്ല എന്ന് കൂടി രേണു പറയുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനൊരു ജീവിതം ഞാൻ കൊതിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം സുധിച്ചേട്ടന്റെ വേർപാട്, അതെന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അത് പെട്ടെന്ന് സംഭവിച്ചതാണ്. പക്ഷേ അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ മനുഷ്യരാണ്, ജനിച്ചാൽ എന്തായാലും മരിക്കും. ഞാൻ പോലും നാളെ ഉണ്ടാകുമോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടല്ല ഞാൻ, ഇങ്ങനെ ഒരു കാര്യമേ ഞാൻ കൊതിച്ചിട്ടില്ല. ഞാൻ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരാളാണ്. ഇനി മുൻപോട്ട് പോകാനേ കഴിയൂ, നനഞ്ഞിറങ്ങി ഇനി കുളിച്ച് തന്നെ കയറാം എന്ന് രേണു തന്നെ പറയുന്നുണ്ട്. എന്തായാലും സെലിബ്രിറ്റി ആയിട്ട് അറിയപ്പെടണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ച ലൈഫ് അല്ല ഇത്. ആളുകളെ തിരിച്ചറിയണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരുപാട് പേര് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് തൻ്റെ മക്കളെ നോക്കണം, തൻ്റെ കുടുംബത്തെ നോക്കണം, സന്തോഷത്തോടുകൂടി ജീവിക്കണം, അന്നുള്ള ആഹാരം ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റണം, വേറെ ഒന്നും വേണ്ട. നമുക്ക് എന്ത് സംഭവിച്ചാലും മക്കൾക്കൊപ്പം സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ തന്നെ അത് നല്ലൊരു കാര്യം തന്നെയാണ് രേണു പറയുന്നത്. എന്തായാലും ഒരുപാട് വിമർശനങ്ങൾ നിരവധി രേണുവിനെതിരെ വരുന്നുണ്ട്. ഇപ്പോൾ അതിനെതിരെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്കച്ചൻ വിതുര കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുധിയും തങ്കച്ചനും തമ്മിൽ 30 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോൾ ആ 30 വർഷം കൊണ്ട് സുധിയെ തനിക്ക് അറിയാം. അങ്ങനെയുള്ള സുധിയുടെ വേർപാട് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തങ്കച്ചൻ നമ്മുടെ സുധിയുടെ വേർപാടിൽ സങ്കടത്തോടു കൂടി പറഞ്ഞു. പിന്നെ രേണുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് തങ്കച്ചൻ പറഞ്ഞത്, രേണുവിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ,
രേണു അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, ആ ഒരു രീതിയിൽ അവർ ജീവിക്കട്ടെ. അല്ലാതെ അവരുടെ ജീവിതത്തെ തകർത്തെറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തെ തകർത്തെറിയുന്ന രീതിയിൽ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്? ഇപ്പം 250 ദിവസം വയസ്സ് വരെ ജീവിക്കും എന്നൊന്നും ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ദൈവം ഒരു ആയുസ് വെച്ചിട്ടുണ്ട്. ആ ഒരു ആയുസ് വരെ ചിലപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഇരിക്കും, നാളെ നമ്മൾ ഉണ്ടാവണം എന്നൊന്നും ഇല്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് മാത്രമേ തങ്കച്ചന് പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെയാണ് രേണുവിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. നമ്മളും അത് തന്നെയാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. നന്ദി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.